ഗൈസ്, വെൽക്കം ടു മൊബൈൽ ടെക്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത് വാട്സാപ്പ് എങ്ങനെ സേഫായി ഉപയോഗിക്കാൻ എന്നുള്ള ഒരു ചെറിയ ടിപ്പാണ്. വാട്സാപ്പ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടുതൽ സെക്യൂരിറ്റി ഉള്ളൊരു ഫീച്ചറാണ്. ഹാക്കേഴ്സിന് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളാദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണും. അതിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ അക്കൗണ്ടിൽ പോയി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ അടിയിലായിട്ട് എനേബിൾ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിങ്ങനെ നിങ്ങളടുത്ത് 6 ഡിജിറ്റ് പിന്ന് ചോദിക്കും. 6 ഡിജിറ്റ് പിന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ടും സിമ്പിളായിട്ടുള്ള പിന്ന് അടിച്ചു കൊടുക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അത് കഴിഞ്ഞ് കൺഫേം യുവർ പിന്ന് പറയും. അത് നിങ്ങൾ നേരത്തെ അടിച്ച പിന്നെ തെറ്റുകൂടാന്ന് തന്നെ അടിക്കുക. അത് നിങ്ങളടുത്ത് ഇമെയിൽ ചോദിക്കും. ഇമെയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാതെ ഇമെയിൽ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെ പിന്ന് മറന്നുപോയ ഇമെയിൽ വഴി കയറാനാണ്. അതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾ ഇമെയിൽ അടിക്കുക. അത് കഴിഞ്ഞ് കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്. ആ ഇമെയിൽ തന്നെ വീണ്ടും തെറ്റുകൂടാണ്ട് തന്നെ നിങ്ങൾ അടിക്കുക. അതിന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾ എന്ന് പറയും. അതിൽ അടിയിലായിട്ട് നിങ്ങൾ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പിൻ എന്ന് പറയും. അത് നിങ്ങൾ നേരത്തെ അടിച്ചൊരു പിന്നില്ലേ അത് അടിച്ചു കൊടുക്കുക. ഇതെപ്പോഴും ചോദിക്കില്ല. 2 ദിവസം 3 ദിവസം മുമ്പേ മാത്രമേ ചോദിക്കൂ. ഇതെപ്പോഴും ചോദിച്ചാൽ നമുക്കൊരു ശല്യമാവും. ഇതെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ ആ പിന്നൊന്ന് ഓർത്തെടുക്കാനും അതുപോലെ തന്നെ ഇത് നിങ്ങൾ തന്നെ ലോഗിൻ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ഇത് ഈ വാട്സാപ്പുകാർ ചോദിക്കുന്നത്. ഇത് ഒന്നുമില്ല, നിങ്ങൾ നേരത്തെ അടിച്ച പിന്നെ ഒന്നുകൂടി അടിക്കുക, ലോഗിൻ ചെയ്യുക, കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.